എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ വീഡിയോകളിലെ ഉള്ള മോട്ടറുകൾ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ വീഡിയോയിലെ മോട്ടർ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കണക്ഷൻ റിമൂവ് ചെയ്യുക. ഞാനിതൊരു ഡെമോ കാണിക്കുകയാണ്. എന്നിട്ട് 4 നട്ടായിരിക്കും ഈ ഒരു മോട്ടറിൻ്റെ ഭാഗത്ത് ഉണ്ടാകുക. ഈ 4 നട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അത് റിമൂവ് ചെയ്യുക മോട്ടറിൽ നിന്നും. ഞാനിവിടെ 12ൻ്റെ സ്പാൻഡറാണ് ഉപയോഗിച്ചത് നട്ട് വരുന്നത്. ഈ 4 ഭാഗവും ഞാനിവിടെ റിമൂവ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാർട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് മാറ്റി നിർത്താം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഒരു സ്പാൻഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ആവശ്യകത ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഈ ഒരു ഭാഗമാണ് മോട്ടോർ ഓൺ ആക്കുമ്പോൾ ഈ ഒരു ഭാഗമാണ് കറങ്ങുന്നത്. ഈ ഒരു രണ്ടാമത്തെ പാർട്ടും നമുക്ക് എന്ത് ചെയ്യണം, നന്നായി ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ഹോൾസ് കണ്ടല്ലോ, അതുപോലെ ഇവിടെ കാണുന്ന ഈ ഒരു ഹോൾസും ഇതിലൂടെയൊക്കെ ചളി നിറഞ്ഞ്, അതുപോലെ തന്നെ നമ്മുടെ കിണറിലെ ചെറിയ മണൽത്തരികളൊക്കെ നിറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി നിൽക്കുമ്പോഴാണ് നമ്മുടെ ടാങ്കുകളിലേക്ക് വെള്ളം എത്തുന്നത്, വൈകുന്നത്. കാരണം ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യണം. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് മണലുകളൊക്കെ ഉണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലും മോട്ടോർ ക്ലീൻ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിലൊക്കെ ആദ്യം ചെറിയ മണൽത്തരികൾ, ചെറിയ കല്ല് പോലത്തെ, വെള്ളാരങ്കല്ല് പോലത്തെ കല്ലുകളൊക്കെ ഇതിൽ കുടുങ്ങുന്നത്. നമ്മളിത് ഫുട്ബോൾ മോട്ടോർ ഓൺ ചെയ്യുമ്പോൾ മോട്ടോർ വെള്ളം കിണറിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ ഫുട്ബോളിലൂടെ പൈപ്പിലൂടെ ഇതിൽ വന്ന് നിൽക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ പിന്നെ ഒരു ഓപ്ഷനില്ല, ഇവിടെ കല്ലൊക്കെ ആകുമ്പോൾ ഇവിടെ കുടുങ്ങി കിടക്കും. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിച്ചത്. നന്നായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു പമ്പ് കറക്കി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ വൃത്തിയായി 2-3 തവണ എന്ത് ചെയ്യുക, ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒരൊരെയുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വരുതി. ഈ കാണുന്നതൊക്കെ ചെറിയ ചളി ഒട്ടി പിടിച്ചതാണ്, അതൊക്കെ നന്നായി ക്ലീൻ ചെയ്യുക. ഇതിൽ കൂടി ഓവറായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചളി കട്ട പിടിച്ച് കിടക്കില്ല. കാരണം നമ്മൾ മോട്ടോർ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ടാങ്കിലേക്ക് എത്തുമ്പോൾ, വെള്ളം ടാങ്കിലേക്ക് എത്തുമ്പോൾ നമ്മൾ ടാങ്കിനടി നോക്കി നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരുപാട് ചളികൾ അവിടെ ഉണ്ടാവും. അതൊക്കെ ഇതിലൂടെ തന്നെ കയറി വന്ന് ടാങ്കിലേക്ക് എത്തുന്നതാണ്. അല്ലാതെ ചെറിയ ചെറിയ പൊടികൾ മാത്രമാണ് ഈ ഒരു ഭാഗത്ത് അടഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോനെ പറ്റിയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ മോട്ടോർ കൊടുക്കുമ്പോൾ ഈ ഒരു നട്ട് നമ്മൾ ഊരിയ ഈ 4 നട്ട് നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകണം. ചെറിയ പൊടികളൊന്നും ഇതിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇവിടെ എയർ പോവാതെ തന്നെ എന്ത് ചെയ്യണം, നമുക്ക് ഈ നട്ടിട്ട് നല്ലപോലെ തന്നെ ടൈറ്റ് ചെയ്യണം. അതിന് മുമ്പായി നമ്മൾ ചെറിയൊരു വാസറും ഉണ്ട്, നമ്മൾ ഊരുമ്പോൾ ആ വാസറും ഇട്ടതിന് ശേഷം നന്നായി തന്നെ എന്ത് ചെയ്യുക, ഈ 4 നട്ടും നല്ല ടൈറ്റാക്കി തന്നെ എന്ത് ചെയ്യുക, നിങ്ങളതിൽ മോട്ടറിൽ കൊടുക്കുക.